ഹൃദയപൂർവ്വം സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഈ വർഷത്തെ ഓണച്ചിത്രം നല്ല ഒരു ഫാമിലി എന്റർടൈൻമെന്റ് തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാൻ കഴിയും. മോഹൻലാൽ ആ സിനിമയിൽ നിറഞ്ഞാടുകയാണ്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലാണ് സത്യനന്ദിക്കാട് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്രയും ദൃശ്യ മികവ് തന്നെയാണ് ആ സിനിമയുടെ വിജയവും. മോഹൻലാലിന്റെ കൊച്ചു കൊച്ചു കുസൃതികളും സംഗീതും മോഹൻലാലുമായുള്ള ആ കോംബോയുടെ കൊച്ചു കൊച്ചു കുസൃതികളുമെല്ലാം മലയാളികൾ ഏറെ ആസ്വദിച്ചു എന്ന് ഉറപ്പായും തിയേറ്ററിൽ പടർത്തുന്ന ചിരി നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ നായിക മാളവിക മോഹൻ, ഒരു ഗോവൻ ടച്ചുള്ള മലയാളി പെൺകുട്ടിയെ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കാൻ സംവിധായകനും കഴിഞ്ഞിട്ടുണ്ട്. മാളവിക മോഹൻ ആ കഥാപാത്രത്തിനെ വളരെ മികവുറ്റതാക്കി എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മോഹൻലാലിന്റെ കോസ്റ്റ്യൂംസ് ആണ്. സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ എത്ര കണ്ടാലും മതിവരാത്ത രീതിയിൽ മോഹൻലാലിനെ അത്രയും ഭംഗിയായിട്ടാണ് സംവിധായകൻ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ രംഗത്തിലും നമുക്ക് അത്രയും മികവ് പുലർത്തുന്ന രീതിയിൽ മോഹൻലാലിനെ എത്രത്തോളം ഭംഗിയായി അവതരിപ്പിക്കാമോ അത്രയും നല്ല രീതിയിൽ മോഹൻലാലിനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നത് സത്യനന്ദിക്കാടിന്റെ മികവ് തന്നെയാണ്. മലയാളികൾ അത് ഏറെ ആസ്വദിച്ചു എന്ന് തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ ക്യാമറയാണ്. വളരെ മനോഹരമായ ഗോവയും ഗോവൻ സ്ട്രീറ്റുകളും ചിത്രീകരിക്കുന്നതിൽ ക്യാമറാമാൻ വളരെ വലിയ മികവ് പുലർത്തിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു ഗാനം സത്യനന്ദിക്കാട് സിനിമയിലെ ഗാനങ്ങളാണ്. എന്നും കേരളത്തിനുമ നിറയുന്ന ഒത്തിരി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംവിധായകൻ ഈ ചിത്രത്തിലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. എങ്കിലും മറ്റു സിനിമകളുടെ ഗാനങ്ങളെ പോലെ നമ്മുടെ മനസ്സിലേക്ക് ഒറ്റ കേൾവിയിൽ ഓടിക്കേറിയോ എന്ന് ചോദിച്ചാൽ എനിക്കതില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കേൾക്കും തോറും നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് എത്തുന്ന ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. എങ്കിലും വളരെ മനോഹരമായി തന്നെ അതെല്ലാം ചിത്രീകരിക്കാനും സംവിധായകന് കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. സത്യനന്ദിക്കാട് പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ നമുക്ക് ഇന്നസെന്റിനെയും നെടുമുടി വേണുവിനെയും ഒടുവിൽ ഉണ്ണികൃഷ്ണനെയൊക്കെ ഒത്തിരി മിസ് ചെയ്തു എന്ന് ഈ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അറിയാം. സത്യനന്ദിക്കാടിന്റെ സ്ഥിരം ശൈലിയിലുള്ള സത്യനന്ദിക്കാടിൻ്റെതായ കഥാപാത്രങ്ങളും അതെല്ലാം നമുക്ക് ഈ സിനിമയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ നമുക്ക് തിയേറ്ററിൽ പോയാൽ ഹൃദയം നിറഞ്ഞു വരാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം. മലയാളികൾക്ക് എത്ര കണ്ടാലും കൊതി തീരാത്ത മോഹൻലാലിന്റെ കുസൃതികളെ അത്ര തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ സംവിധായകൻ സത്യനന്ദിക്കാടിന് കഴിഞ്ഞു എന്നത് വളരെ മനോഹരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഓണത്തിന് മലയാളികൾക്ക് സത്യനന്ദിക്കാട് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും ഓണസമ്മാനവും ലാലേട്ടന്റെ കുസൃതികൾ തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും.